ഫോക്കസ് മോട്ടോഴ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാരണം ഫോക്കസ് മോട്ടോഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പാണ്ടിക്കാട് റോഡിൽ പാണ്ടിക്കാട് ടൗണിലാണ്. ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പിന് തൊട്ട് ചേർന്നിട്ടാണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ്, ഇൻഡിഫറെന്റ് ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ഇന്ന് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സെഡാൻ ടൈപ്പ് വെഹിക്കിൾ ആണ്. സോ നമ്മൾ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു വെഹിക്കിൾസ് ഇവിടെ ഇങ്ങനെ നീണ്ട നിരയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ സെഡാൻസിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരുപാട് യാത്ര കംഫർട്ടും അതുപോലെ തന്നെ നല്ല രീതിക്ക് ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ് നമ്മുടെ സെഡാൻസിൽ തന്നെ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 3 ടൊയോട്ടയുടെ വെഹിക്കിളാണ്. അതിൽ 2 അൾട്ടിസ് ആണ്, 1 ക്യാമറയാണ്, പിന്നെ നമ്മുടെ ഹോണ്ടയുടെ ഒരു സിറ്റി. ഒരുപാട് ലേറ്റസ്റ്റ് മോഡൽസ് ആണ്. അതൊക്കെ ഇത് 2023 വരുന്നതാണ്, ഇത് 2016 വരുന്നതാണ്. എൻഡിൽ കാണുന്നത് 2016 മോഡൽ അൾട്ടിസ് ആണ്, ഇത് 2019 മോഡൽ അൾട്ടിസ് ആണ്. അപ്പോൾ ഒക്കെ ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള എല്ലാ വെഹിക്കിൾസിനും ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്കറിയാലോ, ഷോറൂമിൽ അത്യാവശ്യം നല്ല വില വരുന്ന വെഹിക്കിളാണ്. ക്യാമറയ്ക്ക് നിങ്ങൾക്കറിയാം ഏകദേശം 50-55 ലക്ഷത്തിൻ്റെ ഒക്കെ അടുത്ത് വണ്ടിക്ക് വില വരുന്ന വെഹിക്കിളും കൂടെയാണ്. അപ്പോൾ ഇത് ഹൈബ്രിഡ് ടെക്നോളജിയാണ്. അപ്പോൾ ഓരോ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓരോരോ സെഗ്മെൻറ്റിലൂടെ പറഞ്ഞുതരാം. സോ നമുക്ക് ഈ ഒരു 2016 മോഡൽ വരുന്ന അൾട്ടിസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അതെന്ന് പറഞ്ഞാൽ 2016 മോഡലാണ്. ഇപ്പോൾ കിടക്കുന്നത് UP രജിസ്ട്രേഷനിലാണ് കേട്ടോ. കേരളോട്ട് മാറിയിട്ടില്ല, UP രജിസ്ട്രേഷനിലാണ് കിടക്കുന്നത്. 2016 മോഡൽ ഏകദേശം 1,49,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിരിക്കുന്നത്. GL വേരിയൻ്റ് ആണ് ഈ ഒരു സെഗ്മെൻറ്റ് വരുന്നത്. പ്രൊജക്ടർ ലൈറ്റും അതുപോലെ തന്നെ ഹാലോജൻ ബൾബ്സും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയുള്ള ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്തൊരു വെഹിക്കിളാണ്. ടൊയോട്ടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അറിയാലോ, റിലയബിലിറ്റിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ഇല്ലാത്തൊരു വെഹിക്കിളാണ്. എല്ലാ എഞ്ചിൻ കപ്പാസിറ്റി ഒരു ഏത് കിലോമീറ്ററും ഇവൻ നിസ്സഹായം റൺ ചെയ്തോളെന്നാണ് ടൊയോട്ടനെ അവകാശപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വരുത്തി തീർത്തു. അറിയാലോ, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇതിന്റെ റിലയബിലിറ്റി. ഈ ഒരു വെഹിക്കിളിന്റെ കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളും അവൈലബിൾ ആണ്. പിന്നെ ജസ്റ്റ് ഫ്രണ്ട് ബമ്പർ എന്ത് ചെയ്തിരിക്കുന്നത് ചെറുതായിട്ട് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. മേജർ ആക്സിഡന്റോ ഫ്ലഡോ അങ്ങനത്തെ ഒരു വെഹിക്കിളും ഇവിടെ എടുക്കാറില്ല. ജസ്റ്റ് ഇതിന്റെ ബമ്പർ ജസ്റ്റ് ചെറിയ തരത്തിലുള്ള സ്ക്രാച്ചിങ് കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തതാണ്. അതുപോലെ തന്നെ റൈറ്റ് ഫെൻഡർ എന്ത് ചെയ്തിരിക്കുന്നത് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒന്നും മേജർ ആക്സിഡന്റ് അല്ലെങ്കിൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ നമ്മൾ അൾട്ടിസിന് ചോദിക്കുന്ന പ്രൈസ്, ഫസ്റ്റ് ഓണർഷിപ്പിൽ വരുന്ന ഈ ഒരു വെഹിക്കിളിന്റെ പ്രൈസ് ഏകദേശം 9 ലക്ഷം രൂപയാണ്. വിത്ത് NOC പ്രൈസ് ആണ് കേട്ടോ അത്. അപ്പോൾ നമ്പർ മാറാൻ കുറച്ച് ചെറിയൊരു എമൗണ്ട് കാണേണ്ടി വരും. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു സംഭവമാണ്. കണ്ടില്ല, എല്ലാം ഒരു നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്താണ്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് വെഹിക്കിലോട്ട് പോവുക. നമ്മൾ അവിടെ കണ്ടത് 2016 മോഡലാണ്. എന്നാൽ ഈ ഒരു വെഹിക്കിൾ വരുന്നത് 2019 മോഡലാണ്. നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. വീൽസിലും കാര്യങ്ങളും ലൈറ്റ്സിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുന്നുണ്ട്. പിന്നെ ഇത് പ്രൊജക്ടർ ലൈറ്റും കാര്യങ്ങളും നല്ല. കാരണം ഈ ഒരു ഓപ്ഷൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു J ഓപ്ഷൻസ് ആണ്, അതായത് ബേസ് വേരിയന്റ് ആണ് കേട്ടോ ഇത് വരുന്നത്. അതും ഡീസൽ ഓപ്ഷൻസിൽ വരുന്ന സംഭവം തന്നെയാണ്. ബേസ് വേരിയന്റ് ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ലൈറ്റ്സിലും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും. എന്നെങ്കിൽ പോലും മേജർ ആക്സിഡന്റോ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. 1,15,000 കിലോമീറ്റർ ആണ് ഈ ഒരു വെഹിക്കിൾ റൺ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു വെഹിക്കിൾ ഇപ്പോൾ കിടക്കുന്നത് ഹരിയാന രജിസ്ട്രേഷനിലാണ്. നമ്മളിതും അതർ സ്റ്റേറ്റ് വെഹിക്കിളാണ് വരുന്നത്. നമ്മളിവിടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 8,80,000 രൂപയാണ്. ഫസ്റ്റ് ഓണർഷിപ്പിൽ 2019 മോഡൽ വരുന്ന അൾട്ടിസ് J വേരിയന്റ്. റീപ്ലേസ്മെന്റോ ഫ്ലഡോ ആക്സിഡന്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഇന്റീരിയറും എക്സ്റ്റീരിയർസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു എല്ലാ വെഹിക്കിളും നമ്മൾ ഏകദേശം 2 വർഷത്തോളം ചെയ്യുന്നുണ്ട്. വാറണ്ടിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടയേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഏകദേശം ഒരു 80-85% ടയർ വരുന്നുണ്ട്. ബാക്ക് 90% ടയർ വരുന്നുണ്ട്. ഞാൻ ആ ഒരു ഇടയിലായതുകൊണ്ടാണ് കേട്ടോ കുറച്ചും കൂടെ ഒരു ഇത്. പക്ഷേ ജെന്യൂൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ടയറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വെഹിക്കിളും കൂടെ തന്നെയാണ്. ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് കുറച്ചൊരു നോർമൽ കാർ ആണെങ്കിൽ എന്ന് പറയാം. പക്ഷേ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൊയോട്ടേൻ്റെ തന്നെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ളൊരു സെഗ്മെന്റിൽ വരുന്നൊരു കാറാണ് ടൊയോട്ടയുടെ ക്യാമറി. അറിയില്ല, ഏകദേശം ഒരു 10-50 ലക്ഷത്തോളം വില വരുന്നിരുന്ന ഒരു വെഹിക്കിളാണ്. ഈ ഒരു വെഹിക്കിൾ 2016 മോഡലാണ് കേട്ടോ. 2016 മോഡൽ വരുന്ന ഒരു വെഹിക്കിളാണ്. പിന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ CNG കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളൊരു ടൊയോട്ടൻ്റെ വെഹിക്കിളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ലക്ഷറി ആയിട്ടുള്ള ഒരു വെഹിക്കിളും കൂടെ തന്നെയാണ്. ഇപ്പോൾ അറിയാം, ഏറ്റവും പുതിയ ക്യാമറ ആൾമോസ്റ്റ് ഒരു ലെക്സസിൻ്റെ ES സിമിലർ ആണ് വരുന്നത്. എല്ലാം പ്രൊജക്ടർ ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ക്രോമിയം ട്രീറ്റ്മെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഫോഗ് ലാംപ്സും സെൻസേഴ്സും പിന്നെ ഇലക്ട്രിക് സീറ്റ്സും അതുപോലെ തന്നെ വെന്റിലേഷൻസും പിന്നെ ബാക്ക് സീറ്റ് വരുന്നത് ഇലക്ട്രിക്കലി, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഹൈബ്രിഡ് സിസ്റ്റം ഉള്ളൊരു മോഡലും കൂടിയാണ്. പക്ഷേ ഈ ഒരു വെഹിക്കിളിന് ഹൈബ്രിഡ് സിസ്റ്റം വരുന്നില്ല. പക്ഷേ അതിന് പകരം എന്ത് ചെയ്യുന്നുണ്ട്, CNG കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അറിയാലോ, ഹൈബ്രിഡ് സിസ്റ്റം മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന സംഭവമാണ്. അതുപോലെ തന്നെ CNG കയറ്റുമ്പോൾ നമുക്ക് ഏകദേശം നല്ല രീതിക്ക് മൈലേജും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതൊരു പെട്രോൾ എഞ്ചിനാണ്. ഇതൊരു പെട്രോൾ ഓട്ടോമാറ്റിക് വെഹിക്കിളും കൂടെയാണ്. വെഹിക്കിൾ ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ വുഡൻ ട്രീറ്റ്മെന്റ്സും ഒരുപാട് ബീച്ച് കളേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ടൊയോട്ടയിൽ കണ്ടുവരുന്ന ആ ഒരു സ്റ്റീറിംഗ് വീലും
എല്ലാം നല്ല രീതിക്ക് പ്രീമിയം ക്വാളിറ്റിയുള്ള ഒരു ഇന്റീരിയർ കൂടിയാണ്. ഈ സീറ്റ്സ് ഒക്കെ വരുന്നത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ വെന്റിലേഷൻ വരുന്നുണ്ട്. സൺറൂഫ് ഈ ഒരു മോഡലിൽ വരുന്നില്ല. പക്ഷെ ബാക്കി എല്ലാ സംഭവങ്ങളും ഈ ഒരു വെഹിക്കിളിൽ ഒറ്റ കുടക്കീൽ എന്ന് പറയില്ല, അതുപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഓട്ടോമാറ്റിക് കിലോൾഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു വെഹിക്കിളിൽ വരുന്നുണ്ട്. ബാക്ക് സൈഡൊക്കെ കണ്ടില്ല, അത്യാവശ്യം നല്ല രീതിക്ക് ലക്ഷറിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്ക് ആ ബാക്ക് സൈഡിൽ നമ്മൾ ആംറസ്റ്റും നമുക്ക് ഒരുപാട് കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു സൺബ്ലൈൻഡ് ബാക്കിലുള്ള സൺബ്ലൈൻഡും എ സിയും മ്യൂസിക്കും എല്ലാം കൺട്രോൾ ചെയ്യാം. പിന്നെ ഈ ഒരു സീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും കൺട്രോൾ ചെയ്യാം. അതും ഈ ഒരു ആംറസ്റ്റും തന്നെയാണ് ഇലക്ട്രിക്കലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാം വർക്കിംഗ് ആണ്. ഒരു തരത്തിലുള്ള എന്താ പറയുക, ഒന്നും വർക്കിംഗ് അല്ലാത്ത എല്ലാ ഇലക്ട്രിക് പാർട്സും വർക്കിംഗ് ആണ്. ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വെഹിക്കിൾ മെയിൻറ്റെയിൻ ചെയ്തതിന് കണ്ടില്ലേ, സെൻസേഴ്സും ക്യാമറ യൂണിറ്റ്സും. 2016 മോഡലാണ്. ഏകദേശം 94,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. 2.4G വേരിയൻ്റ് ആണ് വരുന്നത്. പ്രൈസ്, അതായത് ഈ ഒരു വെഹിക്കിൾ റീ രജിസ്ട്രേഷൻ കേരളത്തിലോട്ട് മാറ്റിയിരിക്കുന്നത് ഏകദേശം 13,40,000 രൂപയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇവിടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു വെഹിക്കിളും കൂടെയാണ്. അപ്പോൾ IDV വാല്യൂ ഏകദേശം ഒരു 12 ലക്ഷത്തോളം ഇതിന് IDV വാല്യൂം കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. ഇൻഷുറൻസ് ഈ ഒരു നമ്മളെ 9ാം മാസം വരെ ഇതിൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടൊരു പ്രീമിയം വെഹിക്കിൾ, ടൊയോട്ട തന്നെ പ്രീമിയം വെഹിക്കിൾ, അത് നല്ല മൈലേജിലൊരു സെഗ്മെൻറ്റ് ആവശ്യമില്ല. ഒരു ഓട്ടോമാറ്റിക് ആണ്, മൈലേജ് ഇല്ല. പക്ഷേ CNG കയറ്റുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് മൈലേജും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെഹിക്കിളും കൂടെയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3 സെഗ്മെൻറ്റും നമ്മുടെ ടൊയോട്ടയാണ്. ഇനി നമുക്ക് ഹോണ്ടേൻ്റെ സിറ്റി ഒന്ന് പരിചയപ്പെട്ടാലോ. ഇത് 2023 മോഡലാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ന്യൂ ഷേപ്പ് വരുന്നൊരു വെഹിക്കിളാണ്. LED ലൈറ്റ്സും പ്രൊജക്ടർ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഒരു ന്യൂ ഷേപ്പ് വെഹിക്കിളാണ്. ഏകദേശം 29,000 കിലോമീറ്റർ മാത്രമേ ഈ ഒരു വെഹിക്കിൾ റൺ ചെയ്തിട്ടുള്ളൂ. ഒരു ഷോറൂം കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. വെറും 29,000 കിലോമീറ്റർ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. അത്രയും മെയിൻറ്റെയിൻ ചെയ്തൊരു വെഹിക്കിളാണ്. തരത്തിലുള്ള സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അലവിലും കാര്യങ്ങളും. ടയർ ഏകദേശം ഒരു 70% ഫ്രണ്ട് വരുന്നുണ്ട്. ബാക്ക് ആണ് 80% ബാക്ക് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. V വേരിയൻ്റ് ആണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. ഫസ്റ്റ് ഓണർഷിപ്പിൽ വരുന്ന പെട്രോൾ എഞ്ചിനോട് കൂടിയുള്ള ഒരു വെഹിക്കിളാണ്. ഒറിജിനൽ കേരള വെഹിക്കിളാണ് കേട്ടോ ഈ ഒരു വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് എന്ത് ചെയ്തിരുന്നത്, റീപ്ലേസ് ചെയ്തിരുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, തേങ്ങ, അതായത് പ്രകൃതിയോടും നമുക്കൊന്നും പറയാൻ പറ്റില്ല. തേങ്ങ ജസ്റ്റ് ചാടിയതാണ്ട് ഫ്രണ്ട് ഗ്ലാസ് എന്ത് ചെയ്യുന്നത്, റീപ്ലേസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. എല്ലാത്തിൻ്റെ കമ്പനി ഹിസ്റ്ററി എന്ത് ചെയ്യാൻ അവൈലബിൾ ആണ്. ഒരു വെഹിക്കിളിൻ്റെ കീ വരാൻ നമുക്ക് ജസ്റ്റ് ഇൻറ്റീരിയർ ഒന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല ആ ഒരു ട്രിംസും ഇൻറ്റീരിയേഴ്സ് നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള ഇൻറ്റീരിയർ തന്നെയാണ് കേട്ടോ. എല്ലാം ഇപ്പോൾ കണ്ട വെഹിക്കിൾ എല്ലാം ഒരു ബീച്ച് കളറിലുള്ള ഒരു ഇൻറ്റീരിയറാണ്. അതെ, ഇതിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ്സും അതുപോലെ തന്നെ 6 സ്പീഡിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനും സ്റ്റിയറിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് ന്യൂ ഷേപ്പ് സ്റ്റിയറിംഗ് വീലാണ്. ഇലക്ട്രിക്കൽ ഡിസ്പ്ലേ സീറ്റ് ഒന്നല്ല, പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒരു വെഹിക്കിൾ തന്നെയാണ്. നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ AC വെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ, നിങ്ങൾക്ക് അറിയാം എവിടെ തരത്തിലുള്ള പൊട്ടലുകളോ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത വെഹിക്കിളാണ്. ബാക്ക് സൈഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ ഷേപ്പ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. സോ ഈ ഒരു വെഹിക്കിൾ കിടക്കുന്നത് അറിയാലോ, നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലാണ്. അങ്ങനെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും വീഡിയോസ് ഉടനെ വരുന്നതാണ് കേട്ടോ. ഇതുപോലത്തെ യൂസ്ഡ് വെഹിക്കിൾസ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മളെ ഫോക്കസ് മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യുക. ഫുൾ ടൈം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ പുതിയതായിട്ട് ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.